സമയം ഇപ്പോൾ ആക്ച്വലി 4:30 ആയിട്ടുണ്ട്. ഒന്നും പഠിച്ചില്ല. ഇന്ന് ഭയങ്കര എനിക്കറിയില്ല, എനിക്കിന്നൊരു മൂടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സാം ആവാനായി. എന്തായാലും ഒരു 10 hours എങ്ങനെയെങ്കിലും ഉരുക്കി പിടിച്ച് പഠിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. സോ ഒന്ന് ഫ്രഷായി വന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഇനി ഒരു കോഫി കുടിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു PTSR 2 hour ടൈമർ വെച്ച് നോക്കുന്നു. തീരുന്നു പ്രതീക്ഷിക്കുന്നു. 2 മണിക്കൂർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അപ്പോൾ ആക്ച്വലി സമയം 7:30 ആവാനായിരിക്കുന്നു. 7:16 ആയി കറക്റ്റ് പറയാൻ വെച്ചാൽ. ഒരു സബ്ജക്റ്റേ നോക്കിയുള്ളൂ. നമ്മൾ 2 hours കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി 10 hours എന്തായാലും ഇന്ന് ആവില്ല എന്ന് തോന്നുന്നു. ബട്ട് നമുക്ക് ഒരു 8 എത്തിക്കണമല്ലോ. 8 ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ നോട്ട്സ് എഴുതി വെച്ച കുറച്ച് സംഭവങ്ങളുണ്ട്. അത് പിന്നെ റിവൈസ് ചെയ്യാനൊന്നും നമ്മളതിന് ടൈം കിട്ടാറില്ല. സോ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ അതിനൊരു 2 hour കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഫയലിലുള്ള നോട്ട്സ് നമുക്ക് തീരുമില്ല. എന്തായാലും ഇതിൽ കുറേ ഉണ്ട്. പറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഒരു 2 hours കൊണ്ട് എന്തൊക്കെ തീരുമെന്ന് വെച്ചാൽ അതൊക്കെ തീർക്കാൻ നോക്കാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ നോട്ട്സ് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ഒരു 9:30 കഴിഞ്ഞു. 1.5 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. കാരണം 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നത് നല്ല കിളി പോയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ നമുക്ക് ഫോണിലൊക്കെ കളിച്ച് റിലാക്സ് ചെയ്യാം. അപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞു. ആക്ച്വലി സമയം കുറച്ചധികം ഫോണിലും റെസ്റ്റുമായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 10:30 ആയി ആക്ച്വലി സമയം. നമ്മൾ ആക്ച്വലി 10 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ പഠിച്ചുള്ളൂ. 2 മണിക്കൂറും കൂടെ നമ്മൾ എങ്ങനെയും പഠിച്ച് തീർക്കുമെന്ന് വിചാരിച്ചു. 6 hours എങ്കിലും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഉറങ്ങും. അന്നൊക്കെ ഭയങ്കര സ്ട്രെസ്ഡായി തുടങ്ങി. ഫ്രഷായിട്ട് അടുത്ത സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി ഇനി 1 hour വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കേണ്ടി വരും. കാരണം കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബ്രേക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. സോ നമുക്ക് കുറച്ച് മോഡേൺ എന്തെങ്കിലും നോക്കാം. ഒരു 1 hour അല്ലെങ്കിൽ 2 hour നോക്കാം. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് 5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ കുറേ കണ്ടിന്യൂസ് സ്ട്രെച്ച് ചെയ്തിട്ടാണ് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഈ സമയം സാധാരണ ഒരു 12:30 കഴിഞ്ഞു. സാധാരണ ഈ സമയത്ത് എനിക്ക് ഉറക്കം വരാറില്ല. ഇനിയിപ്പോൾ രാത്രി ഇരുന്നുണ്ടാകുമെന്ന് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും കംപ്ലീറ്റ് ആകാൻ പറ്റുമോ നമുക്ക് നോക്കാം. എനിക്കിന് എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല ഉറക്കം നിന്ന് തുടങ്ങി. ഒരു 1 hour കൂടെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 6 hours കംപ്ലീറ്റ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇരിക്കണം എന്നുണ്ട്. പക്ഷെ പറ്റണില്ല, നല്ല ഉറക്കമുണ്ട്. സോ 1:30 ആയുള്ളൂ. നമ്മൾ 10 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷെ 6 hours കഷ്ടി പഠിച്ചു. സോ ഗുഡ് നൈറ്റ്.